നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശത്തിലൂടെ നോക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പ്രപഞ്ചശക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതെന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് ചില അവസരങ്ങൾ വന്ന് എത്തി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് എത്ര കഷ്ടപ്പാടുകളും സഹിച്ച് പരിശ്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളെയും കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പലരും ചില തെറ്റിദ്ധാരണകൾ, അനാവശ്യമായിട്ടുള്ള ഭയം, സങ്കടം തുടങ്ങിയ മാനസികാവസ്ഥകളിൽ കൂടിയൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പ് വന്ന് ചേർന്നിട്ടുള്ള പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ഒരുപക്ഷെ വളരെയധികം ഭയപ്പെട്ടിരുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ ആ ഒരു ഭയത്തെ വിട്ടുകളയാതെ ഇപ്പോഴും നിങ്ങളിൽ പലരും കൂടെ കൊണ്ട് നടക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യം ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള അനാവശ്യമായിട്ടുള്ള ഭയം, ആശങ്ക ഇവയൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങൾ വിട്ടുകളയണം എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സംരക്ഷണം നൽകാനായിട്ട്, അല്ലെങ്കിൽ ഒരു ദൈവിക ശക്തിയുടെ സംരക്ഷണം നിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നിലുള്ള ജീവിതം എന്ന് പറയുന്നത് സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവുകളെയും മാറ്റി നിർത്തി, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ശുഭ പ്രതീക്ഷയാണ് നിങ്ങളിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം വിജയം നിങ്ങൾക്ക് വന്ന് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും പല വിധത്തിലുള്ള വെല്ലുവിളികൾ വന്ന് ചേർന്നേക്കാം. പക്ഷേ അതിനെയൊക്കെ പൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങൾക്ക് അതിജീവിക്കാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്കൊരു വിജയം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ഇതുവരെ നിങ്ങളുടെ ജീവിതം ഒരു ഇരുളടഞ്ഞ വഴിയിലൂടെയാണ് പോയതെങ്കിൽ അവിടേക്ക് ഒരു പ്രകാശം വന്ന് എത്താനുള്ള ആ ഒരു സമയം അത് ആയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള, അല്ലെങ്കിൽ ഏതൊരു വിഷമത്തിനുമുള്ള പരിഹാരം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടാതെ ഇവിടെ വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അതിനാൽ തന്നെ മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും നിങ്ങൾ സ്വയം അതിനുവേണ്ടി തയ്യാറാവേണ്ടതാണെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ആ ഒരു മാറ്റത്തിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവുകളും നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കം തന്നെ ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് പല വിധത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും നിങ്ങളിൽ പലരും ഇപ്പോൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് പുതിയൊരു വഴി തുറക്കപ്പെടുകയാണ്. ആ ഒരു വഴിയിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ നേരിടുന്ന സങ്കടങ്ങൾക്ക് പരിഹാരം, ഒരു വ്യക്തതയൊക്കെ വന്ന് എത്തുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലൊരു വെളിച്ചം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ എന്ത് സംഭവിക്കണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്, അത് തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ നിങ്ങളിലേക്ക് ശക്തി, വളരെയധികം പോസിറ്റീവ് ഊർജം ഇവയൊക്കെ
എത്തിച്ചേരുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ എവിടെ പോയാലും എന്തു ചെയ്താലും അതെല്ലാം ആ ഒരു പോസിറ്റീവ് എനർജിയാൽ ശുഭകരമാവുമെന്നും അതിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആളുകളും സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ശരിക്കും ആരാണ്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ മൂല്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാനും നിങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കാനും താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു തീരുമാനം കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അന്വേഷിക്കുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന്. കൂടാതെ ബുദ്ധി, സത്യസന്ധത, സ്നേഹം ഇത്തരം ഗുണങ്ങളൊക്കെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള കഴിവുകളൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ ആ ഒരു കഴിവിനെ വികസിപ്പിച്ചെടുക്കാനായിട്ട് നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിലെ ആ ഒരു കഴിവ് വളരെ വേഗത്തിൽ വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല എന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്നാലും നിങ്ങളുടെ ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കാനായിട്ട് വളരെയധികം ഉത്സാഹത്തോടെ ശ്രദ്ധാപൂർവം നിങ്ങൾ പരിശ്രമിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. കൂടാതെ പല കാര്യങ്ങളിലും ഒരു നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്കൊരു നീതി എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ മെച്ചപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവിടെ വിജയവും സമൃദ്ധിയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇവിടെ എല്ലാം നന്നായി വന്നു ചേരുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നതാണ്. നിങ്ങളിൽ പലരുടെയും ജീവിതം വലിയൊരു മാറ്റത്തിന് വിധേയമാവാൻ പോകുന്നു എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.